അത്യാവശ്യമായിട്ട് വണ്ടിക്ക് ഒരു ഗ്യാരേജ് പണിയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ വണ്ടികളൊക്കെ അലമ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറി തിരിഞ്ഞിരിക്കുക. ചാർജർ ഒരു സ്ഥലത്ത്, ബാറ്ററി ഒരു സ്ഥലത്ത്, റിമോട്ട് ഒരു സ്ഥലത്ത്, അങ്ങനെ അലമ്പായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഗ്യാരേജ് പണിയാനായിട്ട് നമ്മളിത് 3mm 4x ഷീറ്റ് ഒരു ഫുള്ള് റോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു 4x ഷീറ്റിലാണ് നമ്മൾ വണ്ടിയുടെ ഈ ഗ്യാരേജ് പണിയാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിനകത്ത് നിൽക്കുന്ന രീതിയിലൊരു ഗ്യാരേജ് വേണം നമ്മൾ പണിയാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അളവ് ഫുള്ള് എടുക്കണം. കാരണം ഇതിനകത്ത് നിൽക്കണമല്ലോ, ഇതിനകത്തൊന്നും പുറത്ത് പോകാനും പാടില്ല. ഈ ഒരു കറക്റ്റ് ടേബിളിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഗ്യാരേജ് പണിയാനായിട്ട്. അതുകൊണ്ട് ഈ ടേബിളിൻ്റെ ഒരു അളവ് എടുത്തിട്ടുണ്ട്. ആ ഒരു അളവ് ഞാൻ ഇതേ ഒരു 4x ഷീറ്റിലോട്ട് ഫുള്ള് മാർക്ക് ചെയ്തു. ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനുണ്ട്. ഈ ഒരു 4x ഷീറ്റ് മാക്സിമം വേസ്റ്റേജ് ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് അളവുകൾ എടുക്കുമ്പോഴത്തേനും നല്ല രീതിയിലൊന്ന് കൃത്യമായിട്ട് അളവുകൾ എടുക്കാൻ വേണ്ടി നോക്കണം. എന്നിട്ട് അത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം വേസ്റ്റേജ് ഒന്നും വരാതെ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാരേജ് കുറച്ച് അടിപൊളിയായിട്ടാണ് ഞാൻ പണിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും, കുറച്ച് ദിവസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഓരോ പാർട്ടായിട്ടിടാം. അപ്പോഴത്തേനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കും. ഓരോരോ പാർട്ടായിട്ട് വരും, അതെല്ലാം കാണാൻ നോക്കണം. കുറച്ചൊരു വെറൈറ്റിയാണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ ഭിത്തി ഫുള്ള് നമ്മളൊരു ചുടുകട്ടയില്ല, ഇഷ്ടികക്കട്ട, ആ ഒരു ഇഷ്ടികക്കട്ടയുടെ ഒരു ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ ഭിത്തി ഫുള്ള് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 4x ഷീറ്റിൽ ഈ ഭിത്തി സൈഡ് വരുന്ന എല്ലാ പീസുകളും നമ്മൾ ഈ ഒരു ചുടുകട്ടയുടെ ഡിസൈനിലേക്ക് ആക്കിയെടുക്കണം. അത് കുറച്ച് സമയമെടുത്ത് മെനക്കേടുള്ളൊരു പരിപാടിയാണ്. അതിലാണ് കൂടുതൽ സമയം പോകുന്നത്. അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഡിസൈനാണ് വരുത്താൻ വേണ്ടി പോകുന്നത്. അത് പെയിൻറ്റും കൂടെ അടിക്കണം. ഈ ഒരു 4x ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചുടുകട്ടയുടെ ആ ഒരു കളർ വരുന്ന പെയിൻറ്റും കൂടെ അടിച്ച് കഴിയുമ്പോൾ പക്ക ഫിനിഷിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു കട്ട് ചെയ്ത് വെച്ച പീസുകൾ, എല്ലാ ഭിത്തി സൈഡൊക്കെ വരുന്ന എല്ലാ പീസുകളും നമ്മൾ ഈ ഒരു ചുടുകട്ടയുടെ ആ ഒരു ഡിസൈനിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വർക്കുകളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഇത് കുറച്ചൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് ലെങ്തായിട്ടുള്ള ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാർട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഭിത്തി സൈഡും ചെയ്യാൻ ഇതുപോലെ ഒരു ഇഷ്ടികക്കട്ടയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഈ പീസുകളെല്ലാം ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.